ട്രീറ്റ്മെന്റ് ഓർഗനൈസിന്റെ 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. സിലബസ് വന്നു, എക്സാം ഡേറ്റ് വന്നു, കൺഫർമേഷൻ വന്നു, എല്ലാം വന്നിരിക്കുകയാണ്. ഇനി പഠിക്കണം. നമുക്ക് വെറുതെ പഠിച്ചാൽ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പൊ ഡേ 1 മുതൽ തുടങ്ങുകയാണ്. ജൂൺ 28 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഓർഡർ പറഞ്ഞുതരാം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ് അങ്ങനെ കൊടുത്തേക്കുന്നത്. എല്ലാം പഠിക്കണം. ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, സുവോളജി പഠിക്കണം, ബോട്ടണി പഠിക്കണം, മാത്സ് പഠിക്കണം. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് ഗുണം എന്താണ്? ഇപ്പോൾ ഒരാൾ ഫിസിക്സിൽ നല്ലതറിയാം, കെമിസ്ട്രി അറിയാം, സുവോളജി ബോട്ടണി അറിയത്തില്ല, അപ്പോൾ അവർ പഠിക്കത്തില്ല, നമ്മൾ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യത്തില്ല. അത് പറ്റത്തില്ല. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താ? സിലബസിൽ എന്തൊക്കെ ഉണ്ടോ A to Z കാര്യങ്ങൾ അത് ഫോളോ ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ തരുന്നത്. നമുക്ക് നോക്കാം. ഡേ 1 ഫിസിക്സ് പഠിക്കേണ്ട എന്താണ്? യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് ആണ്. അതായത് പാർട്ട് 1 ഉം 2 ഉം പഠിക്കണം. എററും പഠിക്കണം. എന്തൊക്കെയാണ്? യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന ടോപ്പിക്കിലെ പാർട്ട് 1 and 2 പഠിക്കണം, എററും പഠിക്കണം. ഡേ 2 കെമിസ്ട്രി പഠിക്കണം എന്താണ്? സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കണം, പാർട്ട് 1 and 3, 1 മുതൽ 3 വരെ. അടുത്ത 3-ാം ദിവസം പഠിക്കേണ്ടത് ബോട്ടണിയാണ്. സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആണ്. ഡേ 4 എന്താണ്? ഡൈജഷൻ അബ്സോർപ്ഷൻ ആണ്. ഡേ 5 അതായത് മാത്സ് പഠിക്കേണ്ടത് മൊഡ്യൂൾ 1 സെറ്റ് ആണ്. നോക്കി നിങ്ങൾ, ഫിസിക്സ് ആയി, കെമിസ്ട്രി ആയി, സുവോളജി ആയി, ബോട്ടണി ആയി, മാത്സ് ആയി. വീണ്ടും അടുത്ത റിപ്പീറ്റ്. വീണ്ടും ഫിസിക്സ് ഏതാ? ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇത് പാർട്ട് 1 and 2. പിന്നെ കെമിസ്ട്രി, ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി 1 and 2 ആൻഡ് സർഫസ് കെമിസ്ട്രി. പിന്നീട് എന്താണ്? റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് ഓർഗാനിസം ആണ്, ബോട്ടണി ആണ്. പിന്നീട് എന്താണ്? സുവോളജി വന്നിരിക്കുന്നതാണ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് റെഗുലേഷൻ. പിന്നീട് വരുന്നത് എന്താണ്? റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, മാത്സ്. ഇങ്ങനെ നോക്കിയേ, ഇങ്ങനെ പഠിച്ചു പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 50 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം ചോദ്യങ്ങൾ റിവിഷൻ ചെയ്യാൻ പറ്റും. ഡെയിലി എക്സാം ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഡെയിലി പഠിക്കാൻ ടോപ്പിക്കുണ്ട്, ഡെയിലി എക്സാം ഉണ്ട്. നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ മാസം 28 ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. എത്രയും പെട്ടെന്ന് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോവുക. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. മാക്സിമം റിവിഷൻ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.